എന്തൊരു ഡ്രൈവിംഗ് ആടോ ഇത്. ചേട്ടത്തി ആ സാധനങ്ങളൊക്കെ എടുത്ത് അകത്തോട്ട് വെക്ക. ഓ സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വില. ഇങ്ങനെ പോയാ പണ്ടത്തെ സന്യാസിമാരെ പോലെ കാട്ടി കയറി ഇലയും പഴങ്ങളും തിന്ന് ജീവിക്കേണ്ടി വരും. പിന്നെ വെളിച്ചെണ്ണ 1 മാസത്തേക്കുള്ളതാ. ആ നോക്കിയും കണ്ടു ഉപയോഗിച്ചോണം. സവാള 3 കിലോ. എന്താ ഈ കാണിക്കുന്ന സിസ്റ്ററെ? എന്റെ പെട്ടിയുടെ മേലെയാണോ കയറി നിൽക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങ്. എന്റെ അമ്മോ, ഞാൻ ഇറങ്ങി. ഇന്ന് അമ്മ ത്രേസിയുടെ ഫീസ്റ്റാ. ഫുൾ ശുചീകരണ. ഓരോ ദിവസം മുറി വൃത്തിയാക്കാൻ വരുമ്പോ ലോട്ടറിക്കാര് പറയണ പോലെ നാളെ 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 എന്ന് പറഞ്ഞ ഇത്ര പൊടിയായത്. അതെങ്ങനാ വാക്വം ക്ലീനർ വലിക്കണ പോലെ നല്ല പൊടി വലിച്ചു കയറ്റണേ. ഞാൻ പറഞ്ഞല്ല അമ്മേനോട് പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പൊ വേണ്ടാന്ന്. എന്റെ അൽഫോൻസമ്മേ, നിന്റെ ഗതി എനിക്കും വന്നല്ലോ. ഇവരൊക്കെ കൂടി എന്നെ. അൽഫോൻസമ്മ നേരത്തെ അങ്ങോട്ട് പോയി. ഇത് മാർഗരേറ്റ് അമ്മ. 90 പിന്നെ മിച്ചം ഉണ്ടാവും. പിന്നെ ഞങ്ങളൊക്കെ കൂടി വിശുദ്ധിയാക്കിയാലൊന്ന് മോഹം ഉണ്ടെങ്കിലേ അത് വേണ്ട കേട്ടോ. അത് ഉപേക്ഷിച്ചോ. ഓ പിള്ളേരുടെ ഒരു നാവ്. ഒന്ന് പറഞ്ഞ തുലാത്തിലെ പേരും മഴ പോലെ ചറ പറയാന്നോട്ട് പറഞ്ഞോളൂ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തെ വലിയ സിസ്റ്റർമാരുടെ മുഖത്ത് നോക്കാൻ പേടിയാ. ഒരു ദിവസം പ്രജീത അമ്മ, പ്ലീസ് പുരാണം വേണ്ട, ബോറടിപ്പിക്കല്ല അമ്മേ. എല്ലാവർക്കും പറയാനുള്ളത് വർഷങ്ങൾ മുമ്പ് ജാമ്പവാന്റെ കാലത്തെ കാര്യങ്ങളാ. ഇപ്പൊ നടക്കണത് ഒന്നുമില്ല. അത് മനുഷ്യർക്കായാലും ശരി, മുകളിലുള്ളവർക്കായാലും ശരി. അങ്ങനെയാവുമ്പോ മറുചോദ്യം ഇല്ലല്ലോ. സാപ്പിട്. മരുന്ന് കഴിക്കണ്ട വലിയ സിസ്റ്ററെ? എനിക്ക് മഞ്ഞ ഗുളിക മതി. ആരത്? റീതാമ്മ വന്നല്ലോ. എന്തായി മോളെ? ഇപ്പോഴും ICUലാണ്. ഒന്ന് കയറി കണ്ടു, സഹിക്കില്ല. എല്ലാം തോലുമായി. എന്താരോഗ്യമായിരുന്നു അപ്പച്ചന്. ലങ്സിനാ പ്രോബ്ലം. ഭയങ്കര പിടിവലിയായിരുന്നു. 5 വർഷമായിട്ട് നിർത്തിയതാ. പറഞ്ഞിട്ടെന്താ കാര്യം? വലിച്ചു കൂട്ടിയതിൻ്റെ ഒക്കെ കൂടി ഇപ്പൊ അനുഭവിക്കേണ്ടി വന്നു. ഞങ്ങളെ 3 മക്കളെയും എല്ലുമുറിഞ്ഞു നോക്കിയതാ അപ്പച്ചൻ. വേണ്ടതൊക്കെ തന്നു. ഇപ്പൊ എനിക്ക് ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാണ്ടായി. ഒരു തുടം കുഴമ്പ് പോലും. എന്തിനാ മോള് ധൃതി പിടിച്ചിങ്ങോട്ട് പോന്നേ? വൈകുന്നേരം വന്നാ മതിയായിരുന്നല്ലോ. കുറച്ചു നേരം കൂടി ആശുപത്രി നിൽക്കായിരുന്നു. ഇന്ന് അമ്മ ത്രേസ്യയുടെ ഫീസ്റ്റ് അല്ലേ, കുറെ കാര്യങ്ങളില്ലേ. പിന്നെ എല്ലാം തമ്പുരാൻ നോക്കട്ടെ എന്ന് കരുതി. നമുക്ക് അവനല്ലാതെ വേറെ ആരാ ഉള്ളേ? എന്റെ മോനെ കാണാൻ ഞാൻ അവന്റെ ക്ലാസ്സിൽ ചെന്നപ്പോ എന്നോട് കുടുകുടു. അറിയില്ല എന്തോളിലെ അന്തോളി എത്ര മാർപ്പാപ്പേനെ കണ്ടതാ. ഞാൻ നാളെയും വരും. ബാക്കി നാളെ ഇതേ സമയം. മദറേ, ഇതിങ്ങനെ വിടാൻ പറ്റില്ല. നാളെ തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. ഉച്ചയ്ക്ക് കുടിച്ചു കൂത്താടി വന്ന് അയാളുടെ മോനെ തെറി പറഞ്ഞാനാ ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത്. ഈ മനുഷ്യർക്കൊക്കെ ഇത് എന്തിന്റെ അസുഖ?
ലോകത്ത് എവിടെയെങ്കിലും ഒരു കന്യാസ്ത്രീ അങ്ങനെ തെറ്റ് ചെയ്താ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നമ്മളൊന്നും പറയാനും പാടില്ല. ഇത് നീതിയല്ല. നാളെ തന്നെ കംപ്ലൈന്റ് ചെയ്യണം. നമ്മൾ എന്താന്ന് അയാളൊന്നും അറിയട്ടെ. സാരമില്ല സിസ്റ്ററെ, പാവം മനുഷ്യൻ അറിവില്ലാതെ ചെയ്യുന്നതല്ലേ. നമ്മൾ ആരാണെന്ന് അറിയിക്കാൻ പോലീസും ജാതിയൊന്നും വേണ്ട. ഇതാദ്യത്തെ അനുഭവമൊന്നും അല്ലല്ലോ. നമ്മുടെ സ്കൂളിലും കോളേജിലും അനാഥാലയത്തിലും പഠിച്ചിറങ്ങിയവർ തന്നെ നമ്മളെ കുത്തുന്നു. അതിലും വലുതല്ലല്ലോ ഇത്. അയാളായിരിക്കാം. മുല്ലപ്പൂവിന് നാണ അവളോട് നിന്റെ ഈ പൂച്ചൂടല് കണ്ട. പെമ്പിള്ളാരായാലേ അല്പൊക്കെ സൗന്ദര്യബോധം വേണം. പിന്നെന്താ കേരളപ്പിറവി ദിനായിട്ട് ഈ പെൺകുട്ടി പൂച്ചിടാത്തെ? നീയൊക്കെ പൂച്ചൊടിയാലേ അത്രയും ഭാഗത്തെ വൃത്തികേട് മാറും. സിസ്റ്ററാമ്മ ഗ്ലാമർ അല്ലേ? ആ വളവ് തിരിഞ്ഞ രണ്ടാമത്തെ മോളുടെ ക്ലാസ് കേട്ടോ. വേഗം വിട്ടോ. ഞാൻ വിചാരിക്കാറുണ്ട്, സാരി ഉടുത്ത് പൂച്ചൂടി വന്ന ഈ സിസ്റ്റർ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മളൊക്കെ പണിയെടുക്കുന്ന വെറുതെ ആവേ. ഞാനിപ്പോ പീലാത്തോസായി. എന്നെ ഒന്നങ്ങോട്ട് പിടിച്ചേ സിസ്റ്ററെ. പറയണ്ടേ, ഹനുമാൻ ലങ്ക കൊണ്ടുപോയല്ലേ, ഞാൻ കൊണ്ടുപോവില്ലേ എന്റെ വലിയ സിസ്റ്ററെ. പിന്നെ ഇന്ന് അരുന്ത് പോലത്തെ നെയ്യല്ലേ? പതുക്കെ ഇവിടെ ഇരിക്കും. ഇനിയാണ് കണ്ട. നാളെ മാസാദ്യ വെള്ളിയാഴ്ച അല്ലേ? അതെ. പണ്ടൊക്കെ മാസാദ്യ വെള്ളിയാഴ്ച ആകുമ്പോ വ്യാഴാഴ്ച തന്നെ ഞങ്ങൾ സിസ്റ്റർമാരെല്ലാരും പള്ളിയിലായിരിക്കും. പള്ളി അടിക്കല്, കഴുകല്, അലങ്കരിക്കല്, പൂവയ്ക്കല്. ഇപ്പം അതൊന്നും ഇല്ല. പള്ളി വൃത്തിയാക്കാൻ ഇഷ്ടം പോലെ വേലക്കാരാ. പൂവാണെങ്കിലോ പ്ലാസ്റ്റിക്കും. പിന്നെ സിസ്റ്റർമാരെന്താ പൂക്കാരികളല്ലേ? പൂ അലങ്കരിക്കലും പള്ളി കഴുകലും മാത്രല്ല നമ്മുടെ പണികള്. എന്നെ അതിനൊന്നും കിട്ടില്ല. നമുക്കേ അതിലും വലിയ കാര്യങ്ങളുണ്ട്. അതിലും വലിയ എന്ത് കാര്യങ്ങള്? പള്ളി പണിയല്. എന്താ രണ്ടാളും കൂടി ഒരു സല്ലാപം? ഒന്നുമില്ല മദ്രേ. സിസ്റ്ററാമ്മയ്ക്ക് ഈയിടെയായിട്ടേ ഷുഗർ അല്പം കൂടുതലാന്ന് പറയായിരുന്നു. ഭക്ഷണം ശ്രദ്ധിക്കണ്ട അമ്മേ. ഹീസ് എ ചീറ്റ്. ഒരു വാക്ക് അയാൾക്ക് എന്നോട് പറയാറുന്നില്ലേ? 5 വർഷം ഒന്നിച്ച് കഴിഞ്ഞതല്ലേ? ഞാൻ കണ്ണു അടച്ച് വിശ്വസിച്ചു. ഇല്ല, ഇതിപ്പോ 5-ാം മാസം ആ ഹിന്ദിക്കാരി പെണ്ണിന്റെ വയറ്റില് അയാളുടെ കുഞ്ഞിന്. ഹൗ ക്യാൻ ഐ ബെയർ ഇറ്റ്? ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. അടുത്ത ആഴ്ച ഒഫീഷ്യൽ ഡിവോഴ്സ്. മനുഷ്യർ തന്നെ പാവകളാക്ക, പറ്റിക്ക. എന്നെ പറ്റിച്ചു. 5 വർഷം മനസ്സിന്ന് പറിച്ചു കളയാൻ പറ്റുന്നില്ല. എങ്ങനെ പറ്റില്ല. ശരീരവും മനസ്സും ഒന്നു ചേരുന്ന ഒന്നും മറക്കാൻ എളുപ്പമല്ല. ഉത്തരവൊന്നും എൻ്റെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് നിനക്ക് സ്വീകാര്യമാവില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒന്നിനും കൃത്യമായ ഉത്തരവില്ല. വേദനകൾക്കും സന്തോഷത്തിനും ബന്ധങ്ങൾക്കും ഉത്തരം തേടുന്ന നമ്മളാ പലപ്പോഴും വിഡ്ഢികൾ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഇതളല്ല മീരാ പൂവ്. ഓരോ ഇതളും ഓരോ അവസ്ഥയാണ്. ഇതെല്ലാം ചേർന്നാലേ ജീവിതമാകൂ. സോറി, നിന്റെ കുറെ സമയം ഞാൻ എടുത്തു. മനുഷ്യൻ്റെ ഒരു കാര്യം, ചിലപ്പോൾ വേട്ടക്കാരൻ, ചിലപ്പോൾ ഇരയും. ഞാൻ പോവാ കുറച്ചു നാളത്തേക്ക്. എവിടേക്കാണെന്ന് വ്യക്തതയില്ല. എവിടാണെന്ന് അന്വേഷിക്കരുത്. ഞാൻ നിന്നെ ഒരിക്കലും വിളിക്കും, ഒന്ന് കാണാൻ. അന്ന് വരാതിരിക്കരുത്. ഒഴികഴിവ് പറയരുത്.